മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കാനുള്ള ശ്രമം നേരത്തെ കൊച്ചി വാതുരുത്തിയിൽ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതിന് ശ്രമം നടത്തിയിരുന്നവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതാ വീണ്ടും സമാനമായ ഒരു ശ്രമം ഉണ്ടായി പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്. പോലീസ് അവരെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. കൊച്ചി ഗസ്റ്റ് ഹൗസിന് പുറത്താണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയി. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് തന്നെ നീക്കം ചെയ്യുകയാണ്. പലയിടങ്ങളിലും മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെയൊക്കെ പോലീസ് നടപടികൾ സ്വീകരിച്ചു. ഇന്നലെ ഷാഫി പറമ്പിൽ എംഎൽഎക്ക് പേരാമ്പ്രയിൽ നടന്ന പോലീസ് നടപടിയിൽ പരിക്കേറ്റതിന് പിന്നാലെയാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് UDF ഒന്നാകെ സമരരംഗത്ത് ഇറങ്ങിയത്. പലയിടത്തും പോലീസുമായി ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായി. മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കാനുള്ള ശ്രമം പലയിടങ്ങളിലും ഉണ്ടായി. എറണാകുളത്തെ ഗസ്റ്റ് ഹൗസിന് മുന്നിലാണ് അങ്ങനെ ഒരു പ്രതിഷേധം കണ്ടത്. അവരെയും പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുന്നതാണ് ദൃശ്യങ്ങളിൽ. കരിങ്കൊടി കാണിക്കാനുള്ള ശ്രമം പ്രവർത്തകർ നടത്തി, പക്ഷേ പോലീസ് അവരെ തടഞ്ഞു. അരുൺ ശങ്കർ വിവരങ്ങളുമായിട്ട്. അരുൺ, മുഖ്യമന്ത്രി എങ്ങോട്ടേക്കാണ് അവിടെ നിന്ന് പോയിരിക്കുന്നത്? പോകുന്ന വഴിയിലൊക്കെ ഇതേപോലെ ഒരു പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? വലിയ സുരക്ഷകൾക്കിടയിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി എറണാകുളം ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുമ്പോഴായിരുന്നു ഗസ്റ്റ് ഹൗസിന് സമീപത്ത് വെച്ച് യൂത്ത് കോൺഗ്രസുകാർ ചാടി വീഴുകയും കരിങ്കൊടി പ്രതിഷേധം നടത്തുകയും ചെയ്തത്. പോലീസുകാർ ഇവരെ പിടിച്ചിപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. പക്ഷേ ശക്തമായ പ്രതിഷേധം തന്നെ ഉണ്ടായി. കാരണം മറ്റ് പല സ്ഥലങ്ങളിലും, മറ്റ് ഫോർട്ട് കൊച്ചി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മുഖ്യമന്ത്രി കരിങ്കൊടി കാണിക്കുന്നതിന് മുമ്പ് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസിന് കസ്റ്റഡി എടുക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ കഴിഞ്ഞിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്കാണ് ഈ കരിങ്കൊടി പ്രതിഷേധവുമായിട്ട് യൂത്ത് കോൺഗ്രസുകാർ ചാടി വീണത്. ഉടൻ തന്നെ സമയത്തുണ്ടായിരുന്ന പോലീസുകാർ ഇവരെ പിടിച്ച് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഗസ്റ്റ് ഹൗസ് പരിസരത്ത് ഉണ്ടായത്. ഇത് മൂന്നാമത്തെ കരിങ്കൊടി പ്രതിഷേധമാണ്. മറ്റ് രണ്ട് കരിങ്കൊടി പ്രതിഷേധങ്ങളും മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എത്തിയിരുന്നില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് തന്നെ എത്തിയിരുന്നു. സെൻറ് തെരേസാസ് കോളേജിൻ്റെ സമീപത്ത് നിന്നാണ് ഈ പ്രതിഷേധക്കാർ ഓടി എത്തിയത്. അവർ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിക്കുകയും ചെയ്തു. ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഉണ്ടായത്. ഇപ്പോൾ മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൗസ്, എറണാകുളം ഗസ്റ്റ് ഹൗസിലേക്ക് വാഹനം ഗസ്റ്റ് ഹൗസിലേക്ക് പോയിരിക്കുകയാണ്. ഇനി കുറച്ച് മണിക്കൂറുകൾ മുഖ്യമന്ത്രിയോട് വിശ്രമിക്കും. ഇനി വൈകിട്ട് 5 മണിക്ക് മാത്രമേ ഉള്ളൂ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടി. പോലീസ് ഒരുക്കിയ ശക്തമായ സുരക്ഷയ്ക്കിടയിലും ഈ ഗസ്റ്റ് ഹൗസിന് സമയത്ത് വെച്ച് കൊച്ചിയിൽ ഗസ്റ്റ് ഹൗസിന് മുന്നിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായത്. മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി വീശാനുള്ള ശ്രമമായിരുന്നു. പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കി.